ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്ക് സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റിയൽ ക്രിക്കറ്റ് ഗോയിലെ ഒരു മാച്ചുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനാണ്. അപ്പോൾ 2 ഓവർ മാച്ചായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടീമിനെ എല്ലാം സെലക്ട് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ റിട്ടയറായ നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലിനെയും രോഹിത് ശർമ്മേനെയും നമ്മൾ ടീമിലോട്ട് ഇടുകയാണ്. അദ്ദേഹം T20യിൽ റിട്ടയർ ആയിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ട്. ഓക്കെ, അവർ രണ്ടുപേരെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അക്ഷർ പട്ടേലിനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പൃഥ്വി ഷോയ്ക്കായിരുന്നു ആദ്യം കിടന്നത്. പൃഥ്വി ഷോനെയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ പൃഥ്വി ഷോ വലിച്ചെറിഞ്ഞെന്നല്ല, വലിച്ച് പുറത്തോട്ട് എറിഞ്ഞു. പുറത്തോട്ട് എറിഞ്ഞെന്ന് ഞാൻ എന്താണ് ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ പറയുന്നത്? ടീമിൻ്റെ പുറത്ത് കളഞ്ഞു. നമ്മൾ പുതിയ പ്ലെയറിനെ ടീമിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താണ്ടെ പ്ലെയേഴ്സിനെല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് കണ്ടോ, റിയൽ ക്രിക്കറ്റ് ഗോ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചാണ്. ഓക്കെ, നമുക്ക് ടോസ് കിട്ടിയിട്ടില്ല. എപ്പോഴും നമുക്കല്ല ടോസ് കിട്ടാറുള്ളത്. അപ്പോൾ അവർ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ബൂമ്രാനെ തന്നെ എറിയാനായിട്ട് വിളിക്കാം. കാര്യം നമുക്കങ്ങനെ വേറെ നല്ല ബോളർമാരെന്ന് പറയാനായിട്ട് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ബോളറല്ലേ ഗേസ് ബൂമ്രാനെ നമ്മൾ എറിയുവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പന്ത് ആരാണ് അവിടെ? സർഫറാസ് ഖാനാണെന്ന് തോന്നുന്നത്. ഇവിടെ ആദ്യത്തെ പന്ത് തന്നെ സിക്സ് പോയി ഗേസ്. അങ്ങനെ ആദ്യത്തെ പന്ത് തന്നെ സിക്സ് പോയിട്ടുണ്ട്. ഓക്കെ ഗേസ്, എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും ഇനി 11 പന്തും കൂടെ ഉണ്ട്. ഈ ഓവറിൽ 5 പന്തും നെക്സ്റ്റ് ഓവറും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഓവർ നമുക്ക് കുൽദീപ് യാദവിനെ കൊണ്ട് വല്ലതും എറിയിപ്പിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ രണ്ടാമത്തെ പന്ത് എറിയുകയാണ്. ഇത്തിരി അങ്ങോട്ട് മാറ്റി എറിയില്ലേ, ഇതും കൂടെ പുള്ളിക്കാരൻ സിക്സ് അടിച്ച് കളഞ്ഞാലോ. ദൈവമേ, ഒരു വിക്കറ്റ് എടുക്കും ബൂമ്ര. ഓ, എടാ കൊണ്ടില്ലേ, ബാറ്റേ കൊണ്ട് ഉരുമിയാണ് അങ്ങോട്ട് പോയത്. ബാറ്റേ ശരിക്കും കൊണ്ടിരുന്ന അതൊരു സിക്സും കൂടെ പോയേനെ. ഓക്കെ, നമ്മൾ ഇപ്പം എന്താ അവൻ്റെ കാലിലിട്ട് തന്നെ അറിയാം അവൻ എങ്ങനെ അടിക്കുമെന്ന് എനിക്ക് കാണണമല്ലോ. നീ എങ്ങനെ അടിക്കൂടാ സർഫറാസ് ഖാൻ അല്ലേ? ആ, കൊള്ളാം. ഓക്കെ, അവന് ആ ഒരു പന്ത് നമുക്ക് അങ്ങനെ ഡോട്ട് കിട്ടിയിട്ടുണ്ട് ഗേസ്. എന്തായാലും നല്ലതാണ്. എന്തായാലും നമുക്ക് 6ഉം 4ഉം ബൗണ്ടറി പോകുന്നതിനെക്കാട്ടും നല്ലത് എന്തായാലും ഡോട്ട് തന്നെയല്ലേ ഗേസ്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു സ്ട്രൈറ്റ് അല്ലേ എറിയുന്നത്? അതെ, സ്ട്രൈറ്റ് ആണോ ഓഫ് കട്ടറാണെന്ന് തോന്നുന്നു നമ്മൾ എറിഞ്ഞത്. എന്തായാലും നാലാമത്തെ പന്ത് അടിക്കല്. എടോ, അവൻ നിന്നടിച്ചടാ, ഒന്ന് അനങ്ങിയത് കൂടിയില്ല. ബാറ്റ് അങ്ങോട്ട് ചുമ്മാ വീശി കൊടുത്തതേ ഉള്ളൂ, പന്ത് പറന്നു പോയി. ബൂമ്രേ ഈ ഓവറിൽ ഇപ്പോൾ 12 റൺസായി കേട്ടോ. എന്തായാലും ഇത് 2 ഓവറിൻ്റെ കളിയല്ലേ, അപ്പോൾ ഇതിൽ സിക്സൊക്കെ പോയാലും കുഴപ്പമില്ല. നമ്മുടെ ബാറ്റർമാരൊക്കെ ഉണ്ടല്ലോ, വിരാട് കോഹ്ലി ഉണ്ടല്ലോ. പാകിസ്ഥാൻ ഇതേ കളിക്കുമ്പോൾ കോഹ്ലി വേറെ ലെവലാണ് ഗേസ്. അത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് ഞാൻ റിവേഴ്സ് സ്വിങ് അല്ലേ എറിഞ്ഞത്? അതെ, റിവേഴ്സ് സ്വിങ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓ, എടാ ബൗണ്ടറി പോലെ കൊള്ളാം, നല്ല ഫീൽഡിങ്. എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നന്നായിട്ട് ഫീൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സർഫറാസ് ഖാൻ ഒരു പന്ത്, ഇത് ലാസ്റ്റ് പന്താണ് ഈ ഓവറിലെ. സിക്സ് പോകാതിരുന്നാൽ മതി, ബൗണ്ടറി പോകാതിരുന്നേ കൊള്ളായിരുന്നു. 12 റൺസ് ആദ്യത്തെ ഓവർ. ഓ, പിടിക്കുക. ആ, കൊള്ളാം. എന്തായാലും നമ്മൾ ഫീൽഡേഴ്സ് എല്ലാം നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട. ഓക്കെ, ഇതാണ് അവർ അടിച്ച സിക്സാണ് ആ ഒരു നിങ്ങൾ കണ്ടത്. ഓക്കെ, 12 റൺസാണ് ആദ്യത്തെ ഓവറിൽ പോയത്. അത് 2 സിക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ആരെടുക്കണം? കുൽദീപ് യാദവിനെ തന്നെ നമ്മൾ ഇറക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുൽദീപിനെ തന്നെ ഇറക്കാം. കുൽദീപ് നന്നായിട്ട് ബോൾ ചെയ്യുന്നൊരു ബോളറാണ്. നമ്മുടെ ടീമിൽ നിലവിലുള്ളതിൽ വെച്ച് സെക്കൻഡ് ബെസ്റ്റ് ബോളറാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിച്ചത്. ഓക്കെ, കുൽദീപ് ഇടാം. പിന്നെ ആദ്യത്തെ ബോൾ സിക്സ് ആയിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ബോൾ സിക്സ് ആയിരുന്നു. ഇത് പുള്ളി ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണല്ലേ? നേരത്തെ റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ അല്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഗൂഗിളി പോലത്തെ പന്ത് വല്ലതും ഉണ്ടെങ്കിൽ അതറിയാം. ഓക്കെ, ഗൂഗിളി അറിയണോ? ഇല്ല, വേണ്ട, നമ്മൾ മറ്റേതാണ് അറിയുന്നത്. ഞാനിത് വോയിസ് ഓവറാണ് കേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലത്തെ ക്രിക്കറ്റ് കോണ്ടൻസ് ഒക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ക്രിക്കറ്റ് കണ്ടൻസ്. ഓക്കെ ഗൈസ്, ഇനി അപ്പീലൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ലടാ. എന്തായാലും ഒരു വിക്കറ്റല്ലേ പോകത്തുള്ളൂ. നമ്മളിപ്പോൾ ഒടിയെ വല്ലതുമാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പീൽ ചെയ്തായിരുന്നു. ഇപ്പോൾ 2 ഓവർ കളിയിൽ എന്തിനാണ് അപ്പീൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓ, അപ്പീൽ ചെയ്താൽ മതിയായിരുന്നല്ലേ എടാ. പിന്നെ സിക്സ് പോയല്ലോടാ. ഇങ്ങനെ റണ്ണ് കൊടുക്കല്ലേടാ. നമ്മൾ ഇത്ര റൺസിനി അടിച്ചെടുക്കണം. ഇത്ര അടിച്ചെടുക്കാൻ പറ്റുമോ 2 ഓവറിൽ? ഇപ്പോൾ എത്ര 24 റൺസായി. നമ്മളൊരു 3 ഡോട്ട് വീഴ്ത്താൻ പറ്റുമോ കുൽദീപേ? ഇനി റണ്ണുകളല്ലേ കേട്ടോ. ഇനി ഒരു സിക്സും കൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം കളി തേഞ്ഞെന്ന് പറഞ്ഞാൽ മതി. കാര്യം ഇനി പിടിച്ചു വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും നമുക്ക്. ഓക്കെ, പിടിക്കുക റിസ്വാനെ. ഓക്കെ, റിസ്വാൻ അവിടെ ഡോട്ടാണ്. റിസ്വാൻ അടിച്ചില്ല ഭാഗ്യത്തിന്. റിസ്വാൻ പൊട്ടിക്കോ? നമുക്ക് സ്റ്റമ്പങ്ങടെ ഇളക്കിയാലോ? കുൽദീപേ, സ്റ്റമ്പങ്ങടെ ഇളക്കി വിടറാ കുൽദീപേ, ഇളക്കി വിടങ്ങട്. എടാ കൊള്ളാടാ. എന്തായാലും ഡോട്ടല്ലേ, കുഴപ്പമില്ല. ഇതും കൂടെ കുൽദീപേ, ഇതും കൂടെ കുൽദീപ്, കമോൺ. ഇതും കൂടെ കുൽദീപ്, കമോൺ കുൽദീപ്, പോലെ കുൽദീപ്, കമോൺ. എടാ എന്തുവാടാ, 31 റൺസോ?
ഇതൊക്കെ എങ്ങനെ എടുക്കാനാണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ ഇത്രയൊക്കെ? ഓക്കെ, നമുക്ക് 31 റൺസ് വേണം. അവർ 2 ഓവറിൽ നിന്ന് 30 റൺസാണ് എടുത്തത്. അതൊരു ആഡായിരുന്നു ഗേസ്. ഓക്കെ, ഈ ഗെയിമിൽ കുറേ ആഡ് വരും, അതാണ് ഏറ്റവും വലിയ ഇത്. നമ്മളെന്തായാലും വിരാട് കോഹ്ലിനെ ഇറക്കുകയാണ്. വിരാട് കോഹ്ലിനെ രോഹിത് ശർമ്മനെയും തന്നെ ഇറക്കാം. നമ്മുടെ 2 നായകന്മാരാണ്. വിക്കറ്റ് കളയാതെ തന്നെ നമുക്ക് മാക്സിമം റൺസ് എടുക്കാനായിട്ട് നോക്കാം. ആദ്യത്തെ പന്ത് നമ്മൾ ലോഫ്റ്റ് ഇട്ടിട്ട് ഫ്രണ്ട് ഫൂട്ട് അടിക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഓക്കെ, അതും 6 പോയിട്ടുണ്ട്. എന്നാലും നന്നായി. ഇനിയും ഒരു 6ഉം കൂടെ. കമോൺ കോഹ്ലി, കമോൺ, യു ക്യാൻ. കൊള്ളാം കോഹ്ലി. ഗൈസ്, കോഹ്ലി എന്ന് പറഞ്ഞു നമ്മളിനി പ്രത്യേകിച്ച് കോഹ്ലിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ കോഹ്ലി അത് വേറൊരു കോഹ്ലി തന്നെയാണ്. ഒരു 6ഉം കൂടെ. ഓ, ഏതാ? സിക്സാണോ? ഗൈസ് എനിക്ക് തോന്നുന്നു ഈ കളി തുടങ്ങിയിട്ട് സിംഗിളൊന്നുമില്ല. കഴിഞ്ഞ 2 പാകിസ്ഥാൻ്റെ ഇന്നിങ്സിലാണെങ്കിൽ പോലും സിംഗിളില്ല, എല്ലാം 6ആണ്. 4ഉം ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം 6ആണ്. ഓക്കെ, ഇപ്പോൾ 2 പന്ത് അടിച്ചത് 2 6. എന്തായാലും കൊള്ളാം. ഇനി നമ്മൾ 11 റെക്കോർഡ് റൺ റേറ്റ് അടിക്കുക. എടാ, അത് കൊണ്ടില്ലടാ. അതും കൂടെ കൊണ്ടിരുന്നത് നമ്മൾ ഏകദേശം ഉറപ്പിച്ചേ. പറയാൻ പറ്റത്തില്ല, കാര്യം ക്രിക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം കേസ്. ഓക്കെ, എടാ സ്ട്രോക്ക് ലെഗ് കട്ടറാണല്ലോടാ അവൻ എറിയുന്നത്. നമുക്ക് അടിക്കാൻ പറ്റുമോ? എടാ, ഞാൻ അഡ്വാൻസ് അടിച്ചു. ഞാൻ ഫ്രണ്ട് ഫൂട്ട് വന്നിട്ട് അപ്പുറത്തോട്ട് നെക്കിയാൽ മതിയായിരുന്നു. പക്ഷേ എന്തായാലും കിട്ടിയില്ല. ഓക്കെ, സ്ട്രോക്ക് തന്നെയാണ് നമ്മൾ ഇടുന്നത്. ഒരു സിംഗിളെങ്കിൽ നമുക്ക് എടുക്കാം കേസ്. ഓക്കെ, നമ്മൾ ഒരു സിംഗിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സിംഗിൾ ഇല്ല എന്നുകൊണ്ട് നമ്മളൊരു സിംഗിൾ രോഹിത് ശർമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. രോഹിത്തെ കമോൺ. രോഹിത്തിനെ കൊണ്ടും കൂടെ ഒരു 6 നമുക്ക് അടിപ്പിക്കാൻ പറ്റുമോ നോക്കാം. രോഹിത് കമോൺ. രോഹിത്തിൻ്റെ പുൾ ഷോട്ട് അടിപ്പിച്ചാലോ? ഞാൻ പുൾ ഷോട്ട്. കമോൺ രോഹിത്തിൻ്റെ. ഞാൻ പുൾ ഷോട്ട് അല്ലായിരുന്നു ഞാൻ ചെയ്യിപ്പിച്ചത്, പക്ഷേ പുൾ ഷോട്ട് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. രോഹിത്തിൻ്റെ മാസ്മരിക പുൾ ഷോട്ടൊന്ന് കാണാൻ പറ്റിയിരുന്ന പൊളിച്ചേനെ. ഓക്കെ, വിരാട് കോഹ്ലി അടിക്ക്. കമോൺ കോഹ്ലി. നേരത്തെ കണ്ട അതേപോലത്തെ ഒരു ടൈപ്പ് 6 തന്നെയാണ് നമ്മളിപ്പോഴും കണ്ടത്. എന്തായാലും വളരെ മനോഹരമായൊരു 6 തന്നെ. നമ്മൾ കോഹ്ലിയിൽ നിന്ന് എപ്പോഴും കാണാൻ കൊതിക്കുന്ന ടൈപ്പ് 6സാണ്. പക്ഷേ കോഹ്ലി ഇതേപോലത്തെ 6ഒന്നും അല്ല അടിക്കുന്നത്. കോഹ്ലി ഏതെങ്കിലും അറ്റത്തോട്ടൊക്കെയാണ്, ലെഗ് സൈഡിലോട്ടൊക്കെയാണ് സാധാരണ 6 അടിക്കാറുള്ളത്. നമ്മളിപ്പോൾ സ്ട്രൈറ്റിലോട്ടാണ് 6 അടിച്ചത്. ഓക്കെ, ഇതും കൂടെ നമ്മൾ ആദ്യത്തെ 6 പോലെ നോക്കാനായിട്ടാണ് നോക്കിയത്, പക്ഷേ ബാറ്റിലോട്ട് കൊണ്ടില്ല ഗൈസ്. ഓക്കെ, ഇനി 3 പന്തും കൂടെ ഉണ്ട്. കമോൺ കോഹ്ലി, യു ക്യാൻ. എടാ, 3 അല്ല 4 പന്ത്. എടാ, ഇനി 3 പന്ത്. എടാ, ഏകദേശം കളി പോകുന്ന കേട്ടാ. 3 പന്തിൽ നിന്ന് ഇനി 2 6 അടിച്ചാലേ നമുക്ക് കളി ജയിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, 3 പന്തിൽ നിന്ന് 12 റൺസ്. കമോൺ അടിക്ക് കോഹ്ലി, കമോൺ. എടാ, ഏതാ ഗൈസ്. ഇനി 2 പന്തിൽ നിന്ന് ഒരു 6. ഓഫ് ഗൈസ്, ഏതാ ലെവൽ ഏതാ ഗൈസ്. ഇതേപോലത്തെ കണ്ടൻസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത്. ഇതേപോലെ ത്രില്ലടിപ്പിക്കുന്ന കണ്ടൻസൊക്കെ ഇനിയും വേണമെന്നുണ്ട്. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ? അതിവിടെ കുറേ കാക്ക. എടാ, 6 വേണം പിന്നെ പോടാ. എടാ, കളി ജയിച്ചടാ. ഏതാ അമ്പയറേ സീരടാ. ഏതാ കേസ്. അങ്ങനെ നമ്മൾ 10 വിക്കറ്റിന് ജയിച്ചിരിക്കുന്നു. ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനെ മലർത്തിയടിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ ഒറ്റയാൻ ഇതിൽ. ഓക്കെ, രോഹിത് ശർമ്മ എണ്ണൊന്നും എടുത്തില്ല. എന്തായാലും നമ്മൾ ജയിച്ചു കേസ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേസ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.